വെട്ടിയിരിക്കുന്നുണ്ടോ നല്ല സ്ക്വയർ ടൈപ്പിൽ വെട്ടി അടുക്കി വെച്ചിട്ടുണ്ട്. അടിയിൽ കല്ലൊക്കെ കൊടുത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മൊത്തത്തിൽ സ്ഥലത്ത് വന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല കാറ്റുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എപ്പോഴും ഫുൾ ടൈം കാറ്റല്ല, ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇവിടുന്ന് ഒരു ചെറിയ ഒരു കാറ്റ് സുഖം. ഹലോ ഫ്രണ്ട്സ്, ഗ്രീൻ റീൽസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ്. നമ്മളന്ന് കുരുവിക്കാട്ടുപാറ കണ്ടതുപോലെ തന്നെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അധികം ആരും കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇടുക്കി ജില്ലയിലെ വണ്ടമ്മേട്ടിൽ പുറ്റടി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ സ്ഥലം. സ്ഥലത്തിന് വരുന്ന വഴിക്ക് ഇവിടം വരെ വാർക്ക കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് വണ്ടി പോകത്തില്ല. ഉരുളങ്കല്ലാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് വണ്ടി പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നടന്ന് മാത്രമേ ഇനി മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. അടുത്തോ കേറ്റമില്ലല്ലോ. വഴി പോ. മുകളിൽ കാണുന്നത് അതാണ് ശങ്കുരണ്ടാൻ പാറ എന്ന് പറയുന്നത്. ശങ്കുരണ്ടാൻ പാറ അതവിടെ ചെല്ലുമ്പോൾ കാണാം. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ നല്ലൊരു ശാന്തമായ പ്രദേശമാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലാതെ അതിന് മുകളിലെ പാറയുടെ ആ ഭാഗത്ത് മാത്രമേ നമ്മൾ കയറിയിട്ടുള്ളൂ. ഈ ഒരു പ്രദേശത്തേക്ക് നമ്മൾ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താണുള്ളത് നമുക്ക് പോയി നോക്കാം. ബീന, ഇവിടെ എന്നാന്ന് പറയുമോ? ഒരു പ്രധാനപ്പെട്ട കാര്യം കാണാനുണ്ട്. കുറച്ച് മുന്നേ, നേരത്തെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഈ ഗ്രാനൈറ്റിന് വേണ്ടിയിട്ട് ഈ പാറ ഇത് പൊട്ടിക്കുകയുണ്ടായി. പൊട്ടിച്ചിട്ട് ഇത് അടുക്കി വെച്ചു. ഇത് പിന്നെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് സ്റ്റേ ആയിപ്പോയി. അപ്പോൾ സ്റ്റേ ആയിപ്പോയ സമയത്ത് ഇവിടെ ഈ പാറ വെട്ടി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അതെ ഓരോ എന്നുവെച്ചാൽ നല്ല കേക്ക് മുറിച്ച് വെച്ചേക്കുന്ന പോലെ പാറ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഈ പണ്ട് ഈ നന്നങ്ങാടിയോ അങ്ങനെയൊക്കെ ഉള്ള പോലെ തോന്നും. പക്ഷേ അതല്ല ഇത് നമ്മൾ ഈ പാറ തന്നെ നോക്കിയാൽ കാണാം. ഈ പാറ തന്നെ കണ്ടോ? ഇതൊക്കെ വെട്ടിയ പാറയാണ്. ഇത് വലിയ ഷേപ്പൊന്നും ഇല്ല, എന്നാലും ഒരു വെട്ടിയെടുത്തിരിക്കുന്ന പാറയാണ്. നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ വേസ്റ്റായി കൂട്ടിയിട്ടിരിക്കുന്നു കണ്ടോ? കട്ട് ചെയ്ത പീസുകൾ ഇവിടെ കൂട്ടി ഇട്ടിട്ടുണ്ട്. എന്നാലും ഇതിലും പെർഫെക്റ്റ് ആയിട്ടുള്ള പാറ ഇപ്പോൾ അപ്പുറത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളല്ല, അവർ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെന്ന് പറയുന്നത് കേട്ടോ, കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇടുക്കി ജില്ല എന്ന് പറയുന്നതേ പരിസ്ഥിതി ദുർബല പ്രദേശമാണല്ലോ. അപ്പോൾ അവിടെ ഒത്തിരി പാറ പൊട്ടിയൊന്നും നടക്കത്തില്ല. ഉണ്ട്, ഇതൊക്കെ ഷേപ്പിൽ വെട്ടിയിട്ടിരിക്കുന്ന പാറയാണ്. അപ്പോൾ നമ്മൾ ആ വെട്ടി വെച്ചിരിക്കുന്ന പാറയുടെ കവാടത്തിലേക്ക് കിടക്കുകയാണ്. ഈ മുകളിലോട്ട് നോക്കി കാണാം. ഇതിൻ്റെ ഗേറ്റ് പോലെ മതിൽ പോലൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. പണിത് വെക്കുന്നതൊന്നുമില്ല, എടുത്ത് വെച്ചിരിക്കുന്ന ഇതുണ്ടോ, വെട്ടിയിരിക്കുന്നുണ്ടോ നല്ല സ്ക്വയർ ടൈപ്പിൽ വെട്ടി അടുക്കി വെച്ചിട്ടുണ്ട്. അടിയിൽ കല്ലൊക്കെ കൊടുത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ പാറ വെട്ടി വെച്ചിരിക്കുന്നുണ്ടോ? വളരെയധികം കഷ്ടപ്പെട്ടത് വർഷങ്ങൾക്ക് മുന്നേ ആയതാണ്. ഈ മാർബിളിന് വേണ്ടിയിട്ട് വെട്ടി നല്ല ഷേപ്പിൽ ചതുരത്തിലാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാർക്ക് സത്യം പറഞ്ഞാൽ ഈ ചുറ്റുമുള്ള ആൾക്കാർക്കും അറിയാവുമെന്ന് അറിയത്തില്ല. പഴയ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ഇത് കണ്ടോ, നല്ല ഷേപ്പിൽ വെട്ടിയിട്ടിരിക്കുക. ഇത് കണ്ടോ, ഇത് ചുറ്റും വരുമ്പോൾ കാണാം. ഇത് കണ്ടോ, നമുക്ക് ചിലത് കയറി നോക്കാം. ഇത് അപകടമൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ ചുമ്മാ സ്ലാബ് വെച്ചേക്കുന്ന പോലെ വെച്ചിട്ടേ ഉള്ളൂ. ഇതിനാ തപസാണ്. പക്ഷെ നല്ല രസം, സുഖമുണ്ട് കേട്ടോ. പാറ ഇടയ്ക്കുന്നല്ലേ, കാറ്റുള്ളതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ്, ഭയങ്കര ശാന്തത. അപ്പം ഇല്ല, ഇങ്ങനെ ഇരുന്ന് ഇത് കണ്ടപ്പോഴേ രണ്ട് കല്ലിൻ്റെ ഇടയ്ക്ക് ഇത്തിരി സ്ഥലം കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ അല്ല, പണ്ടിങ്ങനെയൊക്കെയാണല്ലോ സന്യാസിമാരും സ്വാമിമാരൊക്കെ ഇരിക്കുന്നേ. അത് നല്ല ശരിക്കും പറഞ്ഞില്ലേ,
ഇങ്ങനെ കണ്ണടച്ച് കുറച്ചേരം ഇരുന്നോ ഭയങ്കര ഒരു എന്തോ ഒരു ആ രീതിയിൽ അവിടെ ഇരുന്നോ. ഞാൻ പൊക്കോട്ടെ, ഇവിടെ ഇരുന്നോ. ഇത് ചെറിയ പറയാട്ടോ, അതിനൊക്കെ മുകളിൽ ഉയർന്ന ജോജാച്ചൻ ഇരിക്കുന്നത്. ഇത് മറ്റേ രാമകൽമേട് പോലെ ഒരു ചെറിയ ഒരു വേർഷൻ. മറ്റേ ഉരുണ്ട് ഫുൾ കല്ല്, ഇത് സ്ക്വയർ ആയിട്ട്. പ്രത്യേകത എന്താണെന്നറിയോ, രാമക്കൽമേട് എന്ന് പറഞ്ഞ നാച്ചുറൽ ആയിട്ട് ഉള്ളതാ. പാറ വെട്ടിയിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത്, അതേ ഉള്ളു വ്യത്യാസം. നല്ല രസം. സ്ഥലം നല്ല, ഞാൻ ആദ്യമായിട്ട് വരുന്ന, അറിയത്തില്ലായിരുന്നു ഇങ്ങനെ മുകളിലോട്ട് നമ്മൾ വഴി പോകുമ്പോഴും ഇങ്ങനെ സംഭവം ഇങ്ങനെയാ കിടക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. നമ്മളവർക്കും ചുമ്മാ സാധാരണ എപ്പോഴും എല്ലായിടത്തും ഉള്ള പോലെ പാറ കയറിപ്പോയി ചുമ്മാ കാണാം, അത്രേ ഉള്ളൂ. അത് നോക്കിയേ സംഭവം വളർന്നു നിൽക്കുക. ഞാൻ ഇതിൻ്റെ ഇങ്ങനെ മുകളിലോട്ട് വളർന്ന സംഭവം കണ്ടിട്ടില്ല. ആ ചെടിയുടെ അതിനെന്നാ പറയുന്നേ, അതിനെന്തോ ഒരു പേരുണ്ടല്ലോ, മറന്നുപോയി. ആണോ? അത് ഇത് അത് ഞാൻ കണ്ടിട്ടില്ല സംഭവം. ഇത്ര ഈ ചോട്ട് നിൽക്കുന്ന അത്ര അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ഇടത്തെ. ഇത് മുകളിലോട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. അത് ഇങ്ങോട്ടൊന്നും അല്ല, ഒത്തിരി വളർന്നു നിൽക്കുമ്പോഴത്തേക്കുവേ ഒരു മെയിൻറ്റെയിൻ ചെയ്തല്ലേ എല്ലാവരുമേ. ഇവിടെ നോക്കുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ടേ. ഇത് ഇവിടെ ഈ വെട്ടിയേക്കുന്നതേ ഇവിടുന്ന് വെട്ടിയിട്ടേക്കുന്നതായിരിക്കും ഇതല്ല അല്ലേ? ഈ ഏരിയ നല്ല രസമുണ്ട്. ആ വെട്ടിയേക്കുന്നതാണെങ്കിൽ നല്ലൊരു ഷേപ്പിലൊക്കെയാ. അന്നത്തെ കാലത്ത് ഇതിപ്പോ വർഷങ്ങളായില്ലേ, പണ്ട് ഇന്നത്തെ പോലത്തെ മെഷീനും അങ്ങനെ ഒന്നും കാണത്തില്ല. ഈ കമ്പി അങ്ങനത്തെ സംഭവം വെച്ച് തന്നെ ആയിരിക്കുമല്ലോ ഇതെല്ലാം വെട്ടിയേക്കുന്നേ. ഇപ്പോഴല്ലേ വേറെ വേറെ പല സംഭവങ്ങളും പാറ പൊട്ടിക്കാനൊക്കെ ഉപയോഗിക്കുന്നേ. അന്ന് പക്ഷെ ഒത്തിരി കഷ്ടപ്പെട്ട് കാണും ലെവലാക്കി ഇങ്ങനെ എടുക്കാനേ. അല്ല, ഇപ്പൊ ആണെങ്കിൽ നമ്മള് ഇപ്പൊ ഒത്തിരി ഒത്തിരി സംവിധാനങ്ങളുണ്ടല്ലോ. ഇത് വർഷങ്ങളായില്ലേ, പണ്ടുണ്ടായിരുന്നതല്ലേ. അപ്പൊ ഇത്ര ലെവലാക്കി ഇത്ര ലെവലാക്കി എടുക്കാൻ ഞാൻ ഓർക്കുവായിരുന്നേ. നല്ല കാറ്റുണ്ട് ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും ഫുൾ ടൈം കാറ്റല്ല, ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ഇവിടുന്ന് ഒരു ചെറിയ ഒരു കാറ്റ് സുഖം. അവിടുന്ന് കയറി വന്നപ്പോൾ കുറച്ച് ആവിയൊക്കെ എടുത്തായിരുന്നു, പക്ഷെ നല്ല സുഖമുണ്ട് ഇവിടെ വന്നിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടി വന്നേ ഇരിക്കാനും വർത്തമാനം പറയാനൊക്കെ നല്ല കമ്പനി അടിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചുമ്മാ എല്ലാവർക്കും കൂടെ വർത്തമാനം പറയാനൊക്കെ ഒരു നല്ലൊരു സ്ഥലം. വലിയ പേടിക്കാനൊന്നുമില്ല, അങ്ങനെ അപകടം ഉണ്ടാകുന്നൊന്നുമില്ല. കയറി വന്ന് നല്ല സ്മൂത്തായിട്ടിരിക്കാം. കുറെ കൂടെ ഒരാൾ പോകുന്നുണ്ടോ? നമ്മൾ വന്നപ്പോഴത്തേനും നമ്മുടെ കൂടെ കയറി വന്ന ഞാൻ പറഞ്ഞില്ലേ, ഇത് മാർബിളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിനെന്തോ സ്റ്റേയോ കാര്യങ്ങളോ കേസോ വന്നിട്ടാണ് ഇത് നിന്ന് പോയത്. അപ്പം നമുക്ക് ആ മാർബിൾ പൊട്ടിച്ചുകൊണ്ടിരുന്നത് ഇതുണ്ടോ, ഇതുപോലെ പൈപ്പ് ഇറക്കിയിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പൈപ്പ് ഇറക്കി വലിയ ഹോളിട്ടിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഈ പാറ ഇതുപോലെ അടത്തിയെടുക്കുന്നത്. എന്നാൽ മാത്രമേ അത് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അത് ചെത്തി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പാറയുടെ മുകളിലോട്ട് കയറി വരികയാണേ. ഒറ്റ പാറയാന്ന് തോന്നുന്നല്ലേ? അപ്പോൾ നമ്മൾ ഈ പാറയുടെ മുകളിൽ വന്നു. പാറ ഇങ്ങനെ ഒരൊറ്റ പാറയാണേ. ഈ ഒറ്റ പാറ ഇത് കണ്ടോ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല കാറ്റുള്ള സ്ഥലമാണ്. ഇത്രയധികം പ്രദേശങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം, ഇത്ര പൊക്കമുള്ളതുകൊണ്ട്. ബീന, നമ്മളിവിടെ പോകേണ്ടതെന്നറിയോ?
അങ്ങ് പാറയിൽ. അവിടെ വഴിയുണ്ട്. അതാണ് നമ്മുടെ പാറ ലക്ഷ്യസ്ഥാനം. ബീന എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സ്ഥലമൊക്കെ അടിപൊളിയാ. ആദ്യമായിട്ട് കാണുന്നോണ്ടേ നല്ല കാറ്റും ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. പക്ഷേ കാറ്റും എന്നാ പറയുക, ഇവിടെ വന്ന് ഇരിക്കാനും ഒക്കെ നല്ലൊരു സ്വസ്ഥമായ എല്ലാവർക്കും വന്ന് വർത്താനം പറഞ്ഞു കുറെ നേരം ഇരിക്കാനൊക്കെ അടിപൊളി. പക്ഷെ എനിക്കൊരു വിഷമമുള്ളത് അതിന്റെ മണ്ടേ നമുക്ക് കയറാൻ പറ്റിയില്ലല്ലോ. ഇനിയിപ്പം നാളെ വേണ്ടേ കയറാൻ. അതായത് ബീന പറയുന്നത് മുകളിൽ ശങ്കുരുട്ടാൻ പാറ നമുക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് കുറച്ച് ഇതുണ്ട്, കുറച്ച് കല്ലും മണ്ണുള്ള വഴിയുമാണ്. നമുക്കിപ്പോൾ സന്ധ്യ അപ്പം സന്ധ്യ ആയി കഴിഞ്ഞപ്പോഴേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കതിന് മുകളിൽ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കല്ലും മണ്ണും അങ്ങനെയുള്ള ഏരിയ ആണ്. ചെറിയ വഴിയാണ്. അപ്പോൾ അവിടെ നിന്ന് മുകളിൽ കയറുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസത്തേക്ക് നമ്മൾ മാറ്റി വെക്കാണ്. അപ്പം നമുക്ക് നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ നമുക്ക് ശങ്കുരുട്ടാൻ മലയും അതിൻ്റെ പ്രദേശങ്ങളും നമുക്ക് കാണിക്കാം. അപ്പം നമ്മൾ വിചാരിച്ച പോലെ അത് നമ്മൾ കയറി വന്നപ്പോഴത്തേനും സമയം താമസിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയം നമ്മൾ താമസിച്ചു. അപ്പോൾ സമയം അങ്ങനെ തന്നെ പോകുന്നു, നമ്മൾ താമസിച്ചു. അതുകൊണ്ട് അടുത്ത ദിവസം നല്ല ഒരു പകൽ സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ കയറി അവിടെ എന്തൊക്കെ കാഴ്ചയെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഗ്രീൻ റീൽസ് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ഇടുക. അതെ, കമൻറ്റും ചെയ്യുക.